ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ജേണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഹൗ ടു പ്രിപ്പയർ ജേണൽ. നമുക്കറിയാം ജേണൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള എന്താണ് പ്രൈമറി ബുക്കാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പ്രൈമറി ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ്, ഓക്കെ, ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുന്നത്. അപ്പം ജേണൽ എന്ന് പറയുന്ന പ്രൈമറി ബുക്കിലേക്ക് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ജേണൽ എൻട്രി തന്നെയാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ നമുക്കറിയാം ജേണലിന് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട് അല്ലേ. ഫോർമാറ്റൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ആ ഫോർമാറ്റിനകത്ത് എഴുതി വെച്ചിട്ടുള്ള ജേണലാണ് ഞാനിവിടെ ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജേണൽ എൻട്രി കാണാം അല്ലേ. സാലറി അക്കൗണ്ട് ഡെബിറ്റ് 5000 ടു ക്യാഷ് 5000. ബ്രാക്കറ്റിൽ ഞാൻ സാലറി പെയ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 12,000 ടു സെയിൽസ് 12,000. ബ്രാക്കറ്റിൽ ഞാൻ സോൾഡ് ഗുഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു ഫോർമാറ്റിലേക്ക് നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് ഇതിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെബിറ്റ് എന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, എന്ന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സാലറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു എന്ന് പറയാം. എന്ത് ചെയ്തു എന്ന് പറയാം, ഡെബിറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ടു എന്ന്, അതായത് നമ്മൾ സാലറി എഴുതിയതിന് തൊട്ട് താഴെ ഫ്യൂ സ്പേസസ്, ഒരു ചെറിയ സ്പേസിന് ശേഷം ടു ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ പുതിയ മെത്തേഡിൽ നമ്മൾ ടു എഴുതാറില്ല. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, നോ ഇഷ്യൂ. അപ്പോൾ ടു എന്ന് നമ്മൾ എഴുതിക്കൊണ്ട്, അതായത് സാലറി കഴിഞ്ഞു, അതിന് തൊട്ട് താഴെ ചെറിയൊരു സ്പേസ് ഇട്ടു, അതിനുശേഷം ടു ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ ക്യാഷ് അക്കൗണ്ടിനെ എന്ത് ചെയ്തു എന്ന് പറയാം, ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയാം. എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ സാലറി അക്കൗണ്ട് ദെൻ ഫ്യൂ ഡോട്ട്സ് ഇട്ടു, സാലറി അക്കൗണ്ട് ഡി ആർ എന്ന് സൂചിപ്പിക്കുന്നത് ഡെബിറ്റ് ചെയ്യുക, ഡെറ്റർ എന്നൊക്കെ പറയും. ഓക്കെ, സാലറി അക്കൗണ്ട് ഡെബിറ്റ്, ഓക്കെ, ഡെബിറ്റ് ചെയ്തു, ഡി ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് ചെയ്തു. എത്ര എമൗണ്ട്, 5000. ടു എഴുതിയിരിക്കുന്ന തൊട്ട് താഴെയാണോ, നോ, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ടു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഏതിനെ, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. എത്ര, 5000. അപ്പോൾ നമുക്ക് ഫോർമാറ്റ് കണ്ടാൽ നമുക്കറിയാം ഇത് ഡിഫറെൻറ്റ് കോളത്തിലാണ് ഉണ്ടാവുക അല്ലേ. ഇത് ഡെബിറ്റ് കോളത്തിൽ ഉണ്ടാവുന്നതാണ്, ഇത് എവിടെ ഉണ്ടാവുന്നതാണ്, ക്രെഡിറ്റ് കോളത്തിൽ ഉണ്ടാവുന്ന എമൗണ്ട് ആണ്. പിന്നെ ഈ ജേണൽ എൻട്രി ഒക്കെ എഴുതിയതിന് തൊട്ട് താഴെ ബ്രാക്കറ്റിൽ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നരേഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്, നരേഷൻ എന്ന് പറയും. ഓക്കെ, നരേഷൻ എന്ന് പറയും. നരേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഈ ജേണലിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എവിടെ കൊടുക്കുന്നത്, ഈ നരേഷനകത്ത് കൊടുക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്, അതിൻ്റെ നരേഷനാണ് എന്ത്, സോൾഡ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് വിറ്റിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ജേണൽ എൻട്രിയുടെ രൂപമാണ്. ഇത് എങ്ങനെയാണ് എഴുതുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ജേണൽ എൻട്രിയുടെ രൂപം ഇങ്ങനെയാണ് ഉണ്ടാവുക. എങ്ങനെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. അപ്പോൾ ടു എഴുതി കണ്ടില്ലേ നിങ്ങൾ, കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലേ, ഒരു ഗ്യാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്, ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം റൂൾ, നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നതിന് റൂൾ അറിഞ്ഞിരിക്കണം. നമുക്ക് രണ്ട് തരത്തിലുള്ള റൂളാണ് അവൈലബിൾ. ഒന്ന് മോഡേൺ റൂൾ ഉണ്ട്, മറ്റൊന്ന് ട്രഡീഷണൽ റൂൾ ഉണ്ട്. ഓക്കെ, അപ്പം ഞാനിന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ട്രഡീഷണൽ റൂളിലാണ്. അപ്പോൾ ഒരു +1 സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തുകൂടെ പഠിച്ചിരിക്കണം, നിങ്ങൾ മോഡേൺ റൂൾ കൂടെ പഠിച്ചിരിക്കണം. ബട്ട് ഞാൻ ഇന്ന് ജേണൽ എൻട്രി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ട്രഡീഷണൽ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. ഓക്കെ, അപ്പോൾ ഏത് റൂളായാലും ശരി, നമ്മൾ ജേണൽ എൻട്രിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ റൂളിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഗ്രാജ്വലി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജേണൽ എൻട്രി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇന്ന് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ ട്രഡീഷണൽ റൂളാണ് പറയുന്നത്. ഇൻ ട്രഡീഷണൽ റൂൾ, ഓക്കെ, നമുക്ക് അക്കൗണ്ട്സിനെ
പ്രധാനമായും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മൂന്ന് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് മൂന്ന് ഗ്രൂപ്പ്? ഒന്ന് റിയൽ അക്കൗണ്ട് ആണ്, മറ്റൊന്ന് നോമിനൽ അക്കൗണ്ട് ആണ്, മറ്റൊന്ന് പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പം ഇത് മൂന്നിനെയും ഞാൻ പരിചയപ്പെടുത്താം. അക്കൗണ്ട്സിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മീൻസ് നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് അക്കൗണ്ട്സിനെ നമ്മൾ എടുത്തു നോക്കിയാലും അതൊന്നുകിൽ റിയൽ അക്കൗണ്ട് ആയിരിക്കും, മറ്റൊന്ന് ഒരുപക്ഷെ അത് നോമിനലായിരിക്കാം, അതും അല്ലെങ്കിൽ അത് പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് റിയൽ, എന്താണ് നോമിനൽ, പേഴ്സണൽ, നമുക്കൊന്ന് പരിചയപ്പെട്ടൂടെ? നോക്കാം. റിയൽ അക്കൗണ്ട് simply means which is related with all asset. നമുക്കറിയാലോ അസറ്റ് എന്താണെന്ന് അറിയാലോ. എന്താണ് അസറ്റ്? വാല്യുബിൾ പ്രോപ്പർട്ടി. എന്താണ്? വാല്യുബിൾ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസറ്റ് എന്ന് വിളിക്കുന്നത്. ആരുടെ കയ്യിലുള്ള? ബിസിനസിന്റെ കയ്യിലുള്ള. അപ്പം ഇത്തരം വാല്യുബിൾ പ്രോപ്പർട്ടീസിനെ നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലാൻഡ് ഒരു അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന് ബിൽഡിംഗ്, അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. മറ്റൊന്ന് ഫർണിച്ചർ. ഓക്കെ, ഫർണിച്ചർ അതെന്താണ്? അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. ക്യാഷ്. ഓക്കെ, ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ മിഷനറി എന്ന് പറയുന്നത് അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. സോ ദീസ് ആർ ദി എക്സാമ്പിൾസ് ഫോർ റിയൽ അക്കൗണ്ട്. ഇതൊക്കെയും റിയൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ്. അപ്പോൾ എന്താണ് റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. റിയൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് ഓൾ അസറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോമിനൽ അക്കൗണ്ടിനെ കുറിച്ചാണ്. എന്താണ് നോമിനൽ അക്കൗണ്ട്? So nominal account related to all expense and income. എല്ലാ എക്സ്പെൻസും എല്ലാ ഇൻകവും എവിടെ ഉൾപ്പെടും? നോമിനൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ പറയാം? സാലറി പെയ്ഡ്. സാലറി കൊടുത്തു എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. ഓക്കെ, റെന്റ് പെയ്ഡ്. റെന്റ് കൊടുത്തു എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ കിട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആണ്. നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? വിറ്റിട്ട് നമുക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കാം? അത് ഇൻകം ആണ്. അപ്പം എക്സ്പെൻസ് ആണോ ഇൻകം ആണോ അത് ഏതിൽ ഉൾപ്പെടും? നോമിനൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് അക്കൗണ്ട്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് ഓൾ അസറ്റ്. ഓക്കെ, നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് ഓൾ എക്സ്പെൻസ് ആൻഡ് ഇൻകം. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദെൻ ഫൈനലി വി ഹാവ് പേഴ്സണൽ അക്കൗണ്ട്. So personal account, as its name indicate, it is related with the person. Okay, person എന്ന് പറയുന്ന സമയത്ത് നാച്ചുറൽ പേഴ്സൺ ആവാം, ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാം. എന്താണ് മക്കളെ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ ഹ്യൂമൻ ബീങ്. ഓക്കെ, സാധാരണ മനുഷ്യർ അല്ലേ? ഫോർ എക്സാമ്പിൾ രാജ് അക്കൗണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തിയുടെ പേരാണ്. അയാൾ നാച്ചുറൽ പേഴ്സൺ ആണ്. ഏതിൽ ഉൾപ്പെടും? പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. ദെൻ രാം അക്കൗണ്ട് അതൊരു നാച്ചുറൽ പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. ദെൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെങ്കിലും പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കനറ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, കനറ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്, കനറ ബാങ്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനമാണ്. അത് പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. ഓക്കെ, മറ്റൊന്ന് നിങ്ങളുടെ ഹയർ സെക്കൻഡറി, നിങ്ങൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ,
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു നടുവണ്ണൂർ 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 HSS. ഓക്കെ, എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഏതിൽ വരും? പേഴ്സണൽ അക്കൗണ്ടിൽ വരും. അപ്പോൾ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുമാണ് ഏതിൽ ഉൾപ്പെടുന്നത്? പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂളിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 പോർഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് 3 ഗ്രൂപ്പിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ് 3 ഗ്രൂപ്പ്? റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റഡ് വിത്ത് നാച്ചുറൽ പേഴ്സൺ ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നാച്ചുറൽ പേഴ്സൺ ആണോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണോ പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. എക്സ്പെൻസ് ആണോ ഇൻകം ആണോ നോമിനൽ അക്കൗണ്ട്. അസറ്റ് ആണോ അത് റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. അപ്പോൾ റൂളിൻ്റെ ഒരു മേജർ പോർഷൻ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെയും മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ നമ്മൾ ഈ ഒരു റൂളിൻ്റെ എക്സ്റ്റൻഷനിലേക്ക് പോകുന്നു. ഇതിൻ്റെ അടുത്ത ഒരു പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓരോന്നിനെയും നമ്മൾ കൃത്യമായി മുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, റിയൽ അക്കൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിലേറ്റഡ് വിത്ത് എന്താണ്? റിലേറ്റഡ് വിത്ത് അസറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്താണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്താണ് റൂള്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം നിങ്ങളുടെ മുന്നിലുള്ളത് അസറ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ലാപ്ടോപ്പ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലാപ്ടോപ്പ്. അപ്പം ഈ ലാപ്ടോപ്പ്, ദിസ് ഈസ് ബിസിനസ്. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്? ബിസിനസ് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഈ ലാപ്ടോപ്പ് അസറ്റാണ്. ഈ അസറ്റ് നമ്മളടുത്തേക്ക് വരികയാണെങ്കിൽ, ബിസിനസിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. ഓക്കെ, ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിനോട് അനുബന്ധിച്ച് ബിസിനസ്സിൽ നിന്ന് ഓക്കെ ഒരു അസറ്റ്, അതായത് അസറ്റിന് എക്സാമ്പിൾ ക്യാഷ്. ഓക്കെ, ഈ ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് വാങ്ങിച്ചത്? ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുന്നത്. ഫൈൻ. അപ്പോൾ പുറത്തേക്ക് പോകുന്ന അസറ്റ്, ഓക്കെ, അസറ്റ് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. റൂൾ ഇത്രയേ ഉള്ളൂ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നമ്മളൊരു അസറ്റിനെ റിയലൈസ് ചെയ്തു കഴിഞ്ഞു. ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു അസറ്റാണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു അസറ്റാണ്. ലാപ്ടോപ്പ് ഒരു അസറ്റാണ്, ക്യാഷ് ഒരു അസറ്റാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ബിസിനസ്സിലേക്ക് വരുന്നത്? ലാപ്ടോപ്പാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അതിനെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഏത് അസറ്റാണ് പുറത്തേക്ക് പോകുന്നത്? ഏത് അസറ്റാണ് പോകുന്നത്? ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. ഗോസ് ഔട്ട് ആണ്, പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഒരു അസറ്റ് നമ്മൾ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്തോളൂ, അത് പോവുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്തോളൂ. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിന് ആപ്റ്റ് അല്ല, ഈ വാങ്ങിയ ലാപ്ടോപ്പ് അത്ര പ്രോപ്പറായിട്ട് ബിസിനസ്സിന് തോന്നിയില്ല. അപ്പോൾ ബിസിനസ് എന്ത് ചെയ്തു? ഈ ലാപ്ടോപ്പ് അങ്ങോട്ട് സെയിൽ ചെയ്തു. ഓക്കെ, ഈ ലാപ്ടോപ്പ് സെയിൽ നടത്തി. ഓക്കെ, വേറെ ആൾക്ക് കൊടുത്തു. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ലാപ്ടോപ്പ് നമ്മൾ സെയിൽ നടത്തി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നിന്ന് ആ അസറ്റ് പുറത്തേക്ക് പോയി. ലാപ്ടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റാണ്. അസറ്റാണെങ്കിൽ അത് ഏതിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്? റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. അതുകൊണ്ട് ഈ അസറ്റ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഓക്കെ, പുറത്തേക്ക് പോവുകയാണ്. പകരം ബിസിനസ്സിലേക്ക് എന്ത് കടന്നു വരും? ക്യാഷ് ബിസിനസ്സിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് വരുന്ന, ബിസിനസ്സിലേക്ക് വരുന്നത് എന്താണ്? ബിസിനസ്സിലേക്ക് വരുന്നത് ക്യാഷ് ആണ്. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പോകുന്നത് അസറ്റാണ്. അതുകൊണ്ട് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഒരു റൂളിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 2 എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. ഒന്ന്, പർച്ചേസ്ഡ് മെഷീനറി. നമുക്കറിയാം, ഒരു ട്രാൻസാക്ഷനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ഓക്കെ 20,000 രൂപയുടെ മെഷീനറിയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് 2 കഷ്ണങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇതിലൊരു മെഷീനറി അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, ഒരു മെഷീനറി അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൊരു ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. മെഷീനറി അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മെഷീനറി എന്ന് പറയുന്നത് അസറ്റാണ്,
ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. സോ രണ്ടും ഉൾപ്പെടുന്ന ഏതിലാണ്? റിയൽ അക്കൗണ്ടിലാണ്. അങ്ങനെയാണെങ്കിൽ റിയൽ അക്കൗണ്ടിൻ്റെ റൂള് പ്രകാരമാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. മിഷനറി വാങ്ങിച്ചു എന്ന് പറയുന്ന സമയത്ത് മിഷനറി ബിസിനസ്സിലേക്ക് വരും. മിഷനറി വാങ്ങിച്ചു എന്ന് പറയുന്നത് സമയത്ത് ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. വരുന്നതിനെ ഡെബിറ്റ് ചെയ്യണം അല്ലേ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അങ്ങനെയാണ് വരുന്നത് എന്താണ്? മിഷനറിയാണ്. ജേണൽ എൻട്രി എന്താണ്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ട് മിഷനറിയെ ഡെബിറ്റ് ചെയ്തു. മിഷനറി അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. റൂള് പ്രകാരം ബിസിനസ്സിൽ നിന്ന് പോവുക അല്ല ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ക്യാഷ്, മിഷനറി വാങ്ങിക്കുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. ക്യാഷ് അസറ്റാണ്, റിയൽ അക്കൗണ്ടാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ക്രെഡിറ്റഡ്. അതിനെ ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ, പർച്ചേസ്ഡ് ലാപ്ടോപ്പ്. ഓക്കെ, പർച്ചേസ്ഡ് ലാപ്ടോപ്പ്. അപ്പോൾ ലാപ്ടോപ്പ് 35,000. ഓക്കെ, 35,000 രൂപയുടെ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് 2 അക്കൗണ്ട് കിട്ടില്ലേ? ഏതൊക്കെയാണ്? യെസ്, ഒന്ന് ലാപ്ടോപ്പ് അക്കൗണ്ടാണ്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ടാണ്. രണ്ടും എന്താണ്? അസറ്റാണ്. രണ്ടും ഏതിൽ ഉൾപ്പെടും? റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. രണ്ടിനും ഏത് റൂൾ അപ്ലൈ ചെയ്യണം? റിയൽ അക്കൗണ്ടിൻ്റെ റൂള് അപ്ലൈ ചെയ്യണം. ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ലാപ്ടോപ്പ് ബിസിനസ്സിലേക്ക് വരും, റൈറ്റ്? ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകും. സോ ജേണൽ എൻട്രി ലാപ്ടോപ്പ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എന്തിനാണ് ലാപ്ടോപ്പിനെ ഡെബിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ലാപ്ടോപ്പ് അസറ്റാണ്, റിയൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്ന ഐറ്റമാണ്. റൂള് പ്രകാരം ലാപ്ടോപ്പ് ബിസിനസ്സിലേക്ക് വരികയാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു? ക്യാഷ് അസറ്റാണ്, റിയൽ അക്കൗണ്ട് റൂള് പ്രകാരം ക്യാഷ് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. സോ 2 സാമ്പിൾ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ്, അതായത് നോമിനൽ അക്കൗണ്ടിനെ ഡീറ്റെയിൽ ആയിട്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഓക്കെ, സോ നോമിനൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു വെച്ചതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓൾ എക്സ്പെൻസ് ആൻഡ് ഇൻകം. എക്സ്പെൻസ് ആണോ ഇൻകം ആണോ അത് നോമിനൽ അക്കൗണ്ടിൽ ഉൾപ്പെടും. എന്താണ് റൂള്? റൂള് വന്നിരിക്കുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. എക്സ്പെൻസ് ആണോ? നോ ഡൗട്ട് ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. നിങ്ങൾക്ക് എക്സ്പെൻസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. ഇൻകം ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആണോ ഡെബിറ്റ് ചെയ്യും, ഇൻകം ആണോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട റൂൾ എന്ന് പറയുന്നത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഓക്കെ, ലോസിനെയും നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. ബട്ട് നിങ്ങൾ ഇവിടെ ജേണൽ എൻട്രി പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും എക്സ്പെൻസിനെയും ഇൻകത്തെയും നിങ്ങൾ കൂടുതൽ കൺസിഡർ ചെയ്യുക. ഒരു കാര്യം എക്സ്പെൻസ് ആണോ ഇൻകം ആണോ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ക്യാഷിൻ്റെ ഫ്ലോ നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്ന് മനസ്സിലാക്കുന്നത്, അല്ലേ? ശരിയല്ലേ? സാലറി എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് ഉണ്ട്, അത് എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്ന്, അല്ലേ? സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? എക്സ്പെൻസ് ആണ്. കാരണം പണം പുറത്തേക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് പണം പുറത്തേക്ക് പോവുകയാണ് സാലറി പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത്. സാലറി റിസീവ്ഡ് എന്ന് പറഞ്ഞാലോ അത് ഇൻകം ആണ്. കാരണം പണം ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് റിഗാർഡിംഗ് റൂൾ ഓഫ് നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. ഇൻകം ആണോ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ആണോ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഓക്കെ നമുക്ക് നോക്കാം. ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം, അല്ലേ? സാലറി പെയ്ഡ്. ഇപ്പോൾ സാലറി പെയ്ഡ് എന്ന് പറയുന്നത് നമുക്കൊരു എമൗണ്ട് കൂടെ ചേർക്കാം. സാലറി പെയ്ഡ് 25,000, 25,000 രൂപ സാലറി കൊടുത്തു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, ഈ ഒരു ട്രാൻസാക്ഷൻസിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ, യു വിൽ ഗെറ്റ് 2 അക്കൗണ്ട്സ്. ഏതൊക്കെയാണ് മക്കളെ? സാലറി അക്കൗണ്ടും മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ടുമാണ്. എന്തൊക്കെയാണ്? സാലറി അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ്. നമുക്ക് നോക്കാം. സാലറി എന്ന് പറയുന്നത്
എക്സ്പെൻസ് ആണോ, ഇൻകം ആണോ, അസറ്റ് ആണോ, ലാബിലിറ്റി ആണോ? സാലറി എന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിൽ, സാലറി പെയ്ഡ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ അത് എവിടെ വരും? നോമിനൽ അക്കൗണ്ടിൽ വരും. ഏതിൽ വരും? നോമിനൽ അക്കൗണ്ടിൽ വരും. ക്യാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അസറ്റ് ആണ്. എവിടെ വരും? റിയൽ അക്കൗണ്ടിൽ വരും. ഓക്കെ, ഒന്ന് റിയൽ അക്കൗണ്ടിലെ ഐറ്റമാണ്, മറ്റൊന്ന് നോമിനൽ അക്കൗണ്ടിലെ ഐറ്റമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള്, രണ്ട് റൂള് വെച്ച് നമ്മളിത് സോൾവ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. സാലറി പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് സാലറി ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ നോ ഡൗട്ട് ദാറ്റ് മസ്റ്റ് ബി ഡെബിറ്റഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതി തുടങ്ങാം? സാലറിയെ ഡെബിറ്റ് ചെയ്തോളൂ എന്നാണ് റൂൾ പറയുന്നത്. സാലറി അക്കൗണ്ട് ഡെബിറ്റ്, സാലറി അക്കൗണ്ട് ഡെബിറ്റ്. വേണമെങ്കിൽ നമുക്ക് ടു ക്യാഷ് എന്ന് എഴുതാം, ബട്ട് നമുക്ക് റൂളിൻ്റെ സപ്പോർട്ടോടുകൂടി അതിനെ എഴുതാം. ക്യാഷ്, നമ്മൾ സാലറി കൊടുക്കുന്ന സമയത്ത് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അസറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ടു ക്യാഷ് അക്കൗണ്ട്. അപ്പം ഓർത്തിരിക്കുക, നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ജേണലാക്കി മാറ്റുമ്പോഴും എന്തുകൊണ്ട് ഡെബിറ്റ്, എന്തുകൊണ്ട് ക്രെഡിറ്റ് എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള ഉത്തരം നമുക്കുള്ളിൽ നിന്ന് കിട്ടണം. ഇവിടെ എന്തുകൊണ്ട് സാലറിയെ ഡെബിറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എന്തുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു? ക്യാഷ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ദെൻ മറ്റൊരു എക്സാമ്പിൾ, സാലറി റിസീവ്ഡ്. ഓക്കെ, സാലറി റിസീവ്ഡ് 20,000. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു അക്കൗണ്ട്സ്. ഏതൊക്കെയാ? ഒന്ന് സാലറി അക്കൗണ്ടാണ്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ടാണ്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണെങ്കിലും ശരി, ഇൻകം ആണെങ്കിലും ശരി, അത് ഏതിൽ വരും? നോമിനൽ അക്കൗണ്ടിൽ വരും. ഇവിടെ ഇത് എന്താണ്? ഇൻകം ആണ്. ഇവിടെ ഇത് ഇൻകം ആണ്. ഓക്കെ, ഇൻകം ആണെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്? നോമിനൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സാലറി റിസീവ്ഡ് എന്ന് പറയുന്ന സമയത്ത് സാലറി ഇൻകം ആണ്. സാലറി ഇൻകം ആണെങ്കിൽ അതിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പം സാലറി കിട്ടി എന്ന് പറയുന്ന സമയത്ത് പണം ബിസിനസ്സിലേക്ക് വരികയാണ് ചെയ്യുന്നത് അല്ലേ? അസറ്റ് ബിസിനസ്സിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സാലറി. സാലറിയെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ സാലറി ഇൻകം ആണ്. നേരത്തെ എക്സാമ്പിൾ സാലറിയെ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? അവിടെ അത് എക്സ്പെൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ പരിചയപ്പെട്ടു, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പരിചയപ്പെട്ടു. ദെൻ ഫൈനലി വി ഹാവ് പേഴ്സണൽ അക്കൗണ്ട്. നോക്കിയേ, ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. റിസീവർ ഗിവർ എന്ന് പറയുമ്പോൾ വ്യക്തി ആയതുകൊണ്ടാണ്, വ്യക്തിയും സ്ഥാപനങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? റിസീവർ ഗിവർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. റിസീവർ ആണോ? നമ്മളൊരു കാര്യം ഒരാൾക്ക്, ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിന് കൊടുക്കുന്ന സമയത്ത് അയാൾ ആരാണ്? റിസീവർ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കയ്യിലുള്ള പണം, ഓക്കെ, എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇതാ ഈ കാണുന്ന ബാങ്കിലേക്ക് എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഇതാ 1 lakh rupees ഞാൻ ഈ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പം ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, പേഴ്സണൽ അക്കൗണ്ട് ആണ്. അപ്പം ഞാൻ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ആരാണ്? റിസീവർ ആണ്. ആരാണ്? ബാങ്ക് റിസീവർ ആണ്. അപ്പം റിസീവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യം വന്നു. ഞാൻ ബാങ്കിൽ നിന്ന് പണം പിൻവലിച്ചു. ഓക്കെ, ഒരു 20,000 രൂപ ഞാൻ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. ആ സമയത്ത് ബാങ്ക് ആരാണ്? ബാങ്ക് ഗിവർ ആണ്, നൽകുന്ന ആളാണ് അല്ലേ? ഗിവർ ആണ്. സോ റിസീവർ ആണോ ഗിവർ ആണോ നോക്കുക. റിസീവർ ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഗിവർ ആണെങ്കിലോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഓക്കെ, നമുക്ക് 1-2 പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഒന്ന്, സോൾഡ് ഗുഡ്സ് ടു രവി ഓൺ ക്രെഡിറ്റ്. കോസ്റ്റിംഗ് 23,000. ഓക്കെ, 23,000. ഓക്കെ, 23,000 രൂപയുടെ ഗുഡ്സ്
നമ്മൾ രവി എന്ന് പറയുന്ന വ്യക്തിക്ക് കടത്തിന് കൊടുത്തു. ഓക്കെ, നോക്കിയേ, ഇവിടെ 2 അക്കൗണ്ട് ഉണ്ടാവും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവുമോ? നോ, കാരണം ഇതെന്താണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ഇവിടെ എന്തില്ല, ക്യാഷ് ഇൻവോൾവ് അല്ല. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് ഉണ്ട്. ഏതൊക്കെയാണ് 2 അക്കൗണ്ട്? ഒന്ന് സോൾഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ്? സെയിൽസ് അക്കൗണ്ടാണ്, ശരിയല്ലേ? 2 ക്യാഷ് ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ നോക്കുന്ന ആർക്കാണിത് കൊടുത്തിരിക്കുന്നത്? യെസ്, രവി എന്ന് പറയുന്ന വ്യക്തിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ്. ഇൻകം ആണെങ്കിൽ അത് റിയൽ ആണോ, നോമിനലാണോ, പേഴ്സണലാണോ? നോ ഡൗട്ട് അത് നോമിനലാണ്. കാരണം നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പെൻസും ഇൻകവും എവിടെയാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പം സെയിൽസ് എന്ന് പറയുന്നത് ഇൻകമാണ്. അപ്പോൾ എവിടെ വരും? നോമിനൽ അക്കൗണ്ടിൽ വരും. രവി എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, നാച്ചുറൽ പേഴ്സൺ ആണ്. അയാൾ റിയൽ അക്കൗണ്ടിലാണോ വരിക, നോമിനലാണോ വരിക, പേഴ്സണലാണോ വരിക? വ്യക്തി ആയതുകൊണ്ട് അയാൾ പേഴ്സണൽ അക്കൗണ്ടിൽ വരും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് 1 നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്, 2 പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ്. നോക്കിയേ, ഇവിടെ ഗുഡ്സ് രവിക്ക് കൊടുത്തു. ഓക്കെ, ഇതാണ് രവി എന്ന് പറയുന്ന വ്യക്തി. അപ്പം ഈ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്തു? ഗുഡ്സ് ആർക്ക് കൊടുത്തു? ഓക്കെ, ഈ ഗുഡ്സാണ് ഇയാൾ പർച്ചേസ് ചെയ്യുന്നത്. ആർക്ക് കൊടുത്തു? ഈ പറയുന്ന രവി എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുത്തു. അപ്പോൾ ഗുഡ്സ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് രവി റിസീവർ ആണോ, ഗിവർ ആണോ? വെറുതെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഗുഡ്സ് നമ്മൾ രവിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് രവി ആരാണ്? രവി റിസീവറാണ്. രവി റിസീവറാണ്. ദെൻ നമ്മളിവിടെ പഠിച്ചിരിക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? മേജർ ഇൻകമാണ്, ഒരു മേജർ സോഴ്സ് ഓഫ് ഇൻകമാണ് അല്ലേ? സെയിൽസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ്. അപ്പോൾ ഇൻകത്തെ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുക? നമ്മൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഇവിടെ നോക്കിയേ, ക്രെഡിറ്റ് ഓൾ ഇൻകം. ഇൻകം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞത്? ക്രെഡിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ജേണൽ എൻട്രി എന്താണ്? രവി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. നമുക്ക് നോക്കാം എന്തുകൊണ്ട് ഡെബിറ്റ്, എന്തുകൊണ്ട് ക്രെഡിറ്റ്. രവിയെ ഡെബിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? രവി എന്ന് പറയുന്നത് നാച്ചുറൽ പേഴ്സൺ ആണ്, ഒരു സാധാരണ ഹ്യൂമൻ ബീങ് ആണ്. അയാൾ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നു. ഗുഡ്സ് നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സമയത്ത് അയാൾ ആരാണ്? റിസീവറാണ്. റിസീവറാണ് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്ലിയർ? ഓക്കെ. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ട്രാൻസാക്ഷൻ എന്നതുപോലെ നെക്സ്റ്റ് ഡേ രവി എന്ത് ചെയ്തു? പറഞ്ഞിരിക്കുന്ന 23,000 രൂപ നമുക്ക് തിരിച്ചു തന്നു. ഓക്കെ, ക്യാഷ് റിസീവ്ഡ് ഫ്രം രവി. എത്ര? 23,000 രൂപ തിരിച്ചു തന്നു. ഇതിൽ 2 അക്കൗണ്ട് ഇല്ലേ? ഏതൊക്കെ 2 അക്കൗണ്ട്? ഒന്ന് രവി അക്കൗണ്ട് അല്ലേ, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട് അല്ലേ? രവി എന്ന് പറയുന്നത് പേഴ്സൺ അല്ലേ, ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് അല്ലേ? നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. രവി ക്യാഷ് തന്നു എന്ന് പറയുന്ന സമയത്ത് അസറ്റ് നമ്മളടുത്തേക്ക് വരും അല്ലേ? ക്യാഷ് നമ്മളടുത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പം ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ക്യാഷ് നമുക്ക് തരുമ്പോൾ, ഓക്കെ, ഇയാൾ എന്ത് ചെയ്യാണ്? രവി നമുക്ക് ക്യാഷ് തരുകയാണ്. അപ്പോൾ ക്യാഷ് തരുന്ന സമയത്ത് രവി എന്ന് പറയുന്ന ആള് ഗിവർ ആണോ, റിസീവർ ആണോ? ഗിവർ ആണ്. ഗിവർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു രവി. ഓക്കെ, അപ്പം നമ്മൾ 3 റൂളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് ട്രാൻസാക്ഷൻസ് നമ്മൾ ജേണലാക്കി മാറ്റുന്നു. അത് മാറ്റുന്നതിലൂടെ നമുക്ക് ജേണൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുന്നിലുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ആണിത്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh. ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ 15,000. പർച്ചേസ്ഡ് മിഷനറി ഫോർ 18,000. Then salary paid 7,000. Then rent paid 4,000. Commission paid by check 2,000. Sold goods to Ravi 20,000. Check received from Ravi 20,000. Opened a bank account 15,000. Cash withdrawn from bank 10,000. അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷനെ നമ്മൾ ജേണലാക്കി മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 1 lakh rupees. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 1 lakh rupees ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 accounts. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്,
മറ്റൊന്ന് ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പം ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ദെൻ അതേസമയം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ദ ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 1 lakh rupees. ഓക്കെ, ഡെബിറ്റിൽ 1 lakh എഴുതി, ക്രെഡിറ്റിൽ 1 lakh എഴുതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നരേഷൻ എഴുതുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ടഡ് ബിസിനസ് എന്ന് എഴുതാം. ഓക്കെ, ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നരേഷൻ പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ 15,000. നല്ലോണം ശ്രദ്ധിക്കണം. ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഗുഡ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. ഇതിൽ 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ഒന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്. രണ്ടാമത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. സോ ദ ജേണൽ എൻട്രി വിൽ ബി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് എത്രയാണ്? 15,000 ഡെബിറ്റിൽ, 15,000 ക്രെഡിറ്റിൽ. നമുക്ക് ആലോചിച്ച് നോക്കാം, എന്തുകൊണ്ട് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്തു? പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ റൂള് പ്രകാരം എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, റിയൽ അക്കൗണ്ട് ആണ്. റൂള് പ്രകാരം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് പോവാണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ പർച്ചേസ്ഡ് മിഷനറി ഫോർ 18,000. 18,000 രൂപയ്ക്ക് ഒരു മിഷനറി വാങ്ങിച്ചു. ഇവിടെയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാങ്ങിക്കുന്നത് അസറ്റ് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ വാങ്ങിക്കുന്നത് അസറ്റ് ആണെങ്കിൽ പ്രത്യേകം ആ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ വാങ്ങിയിരിക്കുന്നത് ഗുഡ്സ് അല്ല, ഇവിടെ വാങ്ങിയിരിക്കുന്നത് എന്താണ്? മിഷനറി ആണ്. അപ്പം ഇതിൽ ഓപ്പൺ ചെയ്യേണ്ട ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് അക്കൗണ്ടാണ്? മിഷനറി അക്കൗണ്ട് ആണ്. മറ്റൊരു അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പം മിഷനറി എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണ്. രണ്ടും ഏതിൽ വരുന്നു? നമ്മുടെ റിയൽ അക്കൗണ്ടിൽ വരുന്നു. അപ്പം രണ്ടിനും സെയിം റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മിഷനറി വാങ്ങിക്കുമ്പോൾ എന്ത് നമ്മളടുത്തേക്ക് വരും? മിഷനറി നമ്മളടുത്തേക്ക് വരും. അസറ്റ് നമ്മളടുത്തേക്ക് വരുന്നുവെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ദെർഫോർ മിഷനറി അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അല്ലേ? ഒരു മിഷനറി വാങ്ങിക്കുമ്പോൾ അസറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ടു ക്യാഷ് അക്കൗണ്ട് എത്രയാണ്? 18,000. 18,000 രൂപ. ക്ലിയർ? ദെൻ പെയ്ഡ് സാലറി കൊടുത്തു 7,000 രൂപ. ഇതിലും 2 അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞേ? ഒന്ന് സാലറി അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ഏതാണ്? ക്യാഷിന്റെ രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്. സാലറി എന്ന് പറയുന്നത്, സാലറി കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് സാലറി എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ പ്രകാരം നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം അസറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സോ ദ ജേണൽ എൻട്രി വിൽ ബി സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്? ഡെബിറ്റിൽ 7,000, ക്രെഡിറ്റിൽ 7,000. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, റെന്റ് പെയ്ഡ്. നമുക്ക് സെയിം ലോജിക്ക് ഉപയോഗിക്കാം. റെന്റ് എന്ന് പറയുന്നത്, റെന്റ് പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് റെന്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണെങ്കിൽ നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ പ്രകാരം നമ്മൾ അതിന് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. പിന്നെ ഇതിലുള്ള മറ്റൊരു അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. റെന്റ് കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് പോവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരികയാണോ ചെയ്യുക? ക്യാഷ് പുറത്തേക്ക് പോകും. അസറ്റ് പുറത്തേക്ക് പോകുന്നുവെങ്കിൽ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. സോ ദ ഫൈനൽ ജേണൽ എൻട്രി വിൽ ബി റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്.
to cash account. Then commission paid by check. Commission paid by check. ശ്രദ്ധിക്കണം, നമ്മൾ കമ്മീഷൻ കൊടുക്കുകയാണ്. കമ്മീഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് കമ്മീഷൻ എന്താണ്? എക്സ്പെൻസ് ആണ്. നോ ഡൗട്ട് നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം കമ്മീഷൻ അക്കൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ്. നമ്മൾ 2000 രൂപ കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലുള്ള എൻ്റെ ക്യാഷ് ആണോ കുറയുക, അല്ലെങ്കിൽ എൻ്റെ ബാങ്കിലുള്ള എമൗണ്ട് ആണോ കുറയുക? നമ്മൾ ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ നോ ഡൗട്ട് നമ്മുടെ പോക്കറ്റിലെ എമൗണ്ട് അല്ല കുറയുന്നത്, നമ്മുടെ കയ്യിലുള്ള പണമല്ല കുറയുന്നത്, നമ്മളെ ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് ടു ബാങ്ക് എന്ന് എഴുതണം. ചെക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടു ബാങ്ക് എന്ന് എഴുതണം. ബാങ്കിലെ പണമാണ് എന്ത് ചെയ്യുക? റെഡ്യൂസ് ചെയ്യപ്പെടുക. ക്ലിയർ ആണോ? എന്തുകൊണ്ട് കമ്മീഷൻ ഡെബിറ്റ് ചെയ്തു? കമ്മീഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം എക്സ്പെൻസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡെബിറ്റഡ്. എന്തുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു? ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ ഡെബിറ്റിൽ 2000 രൂപ എഴുതി, ക്രെഡിറ്റിൽ 2000 രൂപ എഴുതി. ക്ലിയർ? നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു രവി. ഓക്കെ, 20,000 രൂപയുടെ ഗുഡ്സ് ആര് കൊടുത്തു? രവിക്ക് കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വ്യക്തിയുടെ പേര് പറയുന്നുവെങ്കിൽ, വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുവെങ്കിൽ അതെന്ത് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം? അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. എന്താണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ എന്തില്ല? പണം ഇല്ല. അപ്പോൾ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 അക്കൗണ്ട്സ്. ഒന്ന് സെയിൽസ് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് രവി അക്കൗണ്ട് ആണ്. നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഇതിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രവി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് റൂൾ പ്രകാരം നോക്കാം. രവി എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട് ഉൾപ്പെടുന്ന ഒരു ഐറ്റമാണ് രവി അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡ്സ് രവിക്ക് വിറ്റു എന്ന് പറയുന്ന സമയത്ത് രവി ആരാണ്? റിസീവർ ആണ്. ഓക്കെ, റിസീവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യും. സോ ദ ജേണൽ എൻട്രി വിൽ ബി രവി അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ്. എന്തുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു? സെയിൽസ് ഇൻകം ആണ്. ഇൻകം ആണെങ്കിൽ നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം നമ്മൾ അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ 20,000 രൂപയുടെ ഗുഡ്സ് രവിക്ക് വിറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു ട്രാൻസാക്ഷൻ വന്നു. ചെക്ക് റിസീവ്ഡ് ഫ്രം രവി 20,000. ഓക്കെ, 20,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ബിസിനസ്സിലേക്ക് ചെക്ക് ഒരാൾ തന്നു അല്ലേ? ആരാണ്? രവി എന്ന് പറയുന്ന വ്യക്തി നമുക്ക് എന്ത് ചെയ്തു? ഒരു ചെക്ക് തന്നു. ചെക്ക് തരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള 2 അക്കൗണ്ട് എന്ന് പറയുന്നത്, ഒന്ന് തന്നിരിക്കുന്നത് രവിയാണ്. നോ ഡൗട്ട് രവി അക്കൗണ്ട് വേണം. ഓക്കെ, മറ്റൊരു അക്കൗണ്ട് നമ്മൾ കരുതും നേരത്തെ ചെക്ക് ഇഷ്യൂ ചെയ്ത സമയത്ത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റിസീവ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ നമ്മളോട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ ചെക്ക് റിസീവ് ചെയ്യുന്ന സമയത്ത് ചെക്കിനെ നമ്മൾ ക്യാഷ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ചെക്ക് ഈസ് ഈക്വൽ ടു ക്യാഷ്. നമുക്ക് ക്യാഷ് റിസീവ് ചെയ്തതുപോലെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. ദെർഫോർ ദ ജേണൽ എൻട്രി വിൽ ബി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു രവി അക്കൗണ്ട്. രവി ആരാണ്? ഗിവർ ആണ്. ആരാണ്? ഗിവർ ആണ്. നമുക്ക് തന്ന ആളാണ്. ഗിവർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ദെൻ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നാണ്. നോ ഡൗട്ട് അസറ്റ് ആണ്. അസറ്റ് വന്നാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്ലിയർ? ദെൻ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു. നോക്കിയേ, ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് 2 അക്കൗണ്ട് ഉണ്ടാവും. ഇതിൽ ഏതൊക്കെയാ? ഒന്ന് ബാങ്ക് അക്കൗണ്ട് ആണ്, മറ്റൊന്ന് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് എന്ന് പറയുന്ന റിയൽ അക്കൗണ്ട് ആണ്. നമുക്കറിയാം, ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യേണ്ടി വരും? അസറ്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ ക്യാഷിന് എന്ത് ചെയ്യേണ്ടി വരും? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ദെൻ ബാങ്ക് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ടിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ ബാങ്കിലേക്ക് പണം കൊടുക്കുമ്പോൾ ബാങ്ക് എന്താണ്? റിസീവറാണ്. ബാങ്ക് ആരാണ്? റിസീവറാണ്.
റിസീവർ ആണെങ്കിൽ നോ ഡൗട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. സോ ദ ജേണൽ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയാ? 15,000. ഡെബിറ്റിൽ 15, ക്രെഡിറ്റിൽ 15,000. ഓക്കെ അല്ലേ? ദെൻ ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് 10,000. ബാങ്കിൽ നിന്ന് ഞാൻ പണം പിൻവലിച്ചു. ബിസിനസിൻ്റെ പർപ്പസിന് വേണ്ടി നമ്മൾ ബിസിനസ്സിൽ നിന്ന് 10,000 രൂപ ബാങ്കിൽ നിന്ന് 10,000 രൂപ പിൻവലിച്ചു. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് ഉണ്ടാവുമല്ലോ. ഏതൊക്കെ 2 അക്കൗണ്ട്? ഒന്ന് ക്യാഷ് അക്കൗണ്ടാണ്, മറ്റൊന്ന് ബാങ്ക് അക്കൗണ്ടാണ്. ഞാൻ ഈ എഴുതുന്നത് മനസ്സിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഞാനിവിടെ എഴുതുന്നത്. നമുക്ക് ഇവിടെ എഴുതുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് ആക്ച്വലി എഴുതുക. നോക്കിക്കോളൂ, ക്യാഷും ഉണ്ട്, ബാങ്കും ഉണ്ട് അല്ലേ? നമ്മൾ പണം പോയി ചോദിച്ചു, ബാങ്ക് നമുക്ക് പണം തന്നു, പണം ബിസിനസ്സിലേക്ക് വന്നു, അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു. നോ ഡൗട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ദെൻ നമ്മൾ ചോദിച്ചു, ബാങ്ക് നമുക്ക് തന്നു. ബാങ്ക് റിസീവർ ആണോ ഗിവർ ആണോ? ഈ സിറ്റുവേഷനിൽ ഗിവർ ആണ്. ഗിവർ ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ.